നമസ്കാരം. തുടർച്ചയായി നുണ പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ രാജ്യത്തുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയർന്നു വരുന്നത്. രാജ്യത്ത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിന്റെ ഭാഗമായി നാളെ അമേഠി, റായ്ബറേലി ഉൾപ്പെടെ 13ഓളം മണ്ഡലത്തിൽ യു.പിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കനത്ത തിരിച്ചടി ബി.ജെ.പിക്ക് അവിടെ ലഭിക്കും എന്നുള്ള സർവേ ഫലങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. 50 സീറ്റ് പോലും ബി.ജെ.പിക്ക് നേടാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പ്രധാനമായും ഇവിടെ യോഗി ആദിത്യനാഥ് മോദിയെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ചരടുവലികൾ നടത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഏത് രീതിയിലാണ് അഡ്വാനിയെ ഒതുക്കിയത് അതേ രീതിയിൽ മോദിയെ ഒതുക്കുക. ഇതിന്റെ ഭാഗമായി വലിയ പ്രശ്നങ്ങൾ ബി.ജെ.പിക്കുള്ളിൽ നടക്കുന്നുണ്ട്. RSS ഒരു ഭാഗത്ത് ബി.ജെ.പിയുമായി വലിയ അകൽച്ചയിലാണ്. RSSന്റെ സഹായം ഇനി ആവശ്യമില്ല എന്ന് ഇവിടെ JP നദ്ദ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കലഹത്തിലാണ്. ഇതിനിടയിൽ തന്നെ നരേന്ദ്രമോദി പറയുന്ന ഓരോ നുണകളും അതെന്താണ് പറഞ്ഞത്, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ കോടതി അന്ന് പറഞ്ഞത് ഇവിടെ ഒരു മനുഷ്യന്റെ വ്യക്തിപരമായ വിഷയത്തിൽ ഇടപെടേണ്ട എന്നാണ്. സർട്ടിഫിക്കറ്റ് അങ്ങനെ സ്വകാര്യ സ്വത്തൊന്നുമല്ല. അത് ആർക്ക് വേണമെങ്കിലും, ആരുടേത് വേണമെങ്കിലും നമുക്ക് പരിശോധിക്കാം. അത് കിട്ടുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ കുറിച്ച് അദ്ദേഹം MA കാരനാണെന്ന് പറയുമ്പോൾ തീർച്ചയായും എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ ഓരോ പൗരനും അതിനുള്ള അവകാശമുണ്ട്. എന്നാൽ കോടതിയുടെ ഭാഗത്തു നിന്നും കേജ്രിവാളിനെതിരെ ഇനി എന്തെങ്കിലുമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിച്ചാൽ അല്ലെങ്കിൽ വാദത്തിന് മുതിർന്നാൽ തീർച്ചയായും താങ്കൾ ഫൈൻ അടക്കേണ്ടി വരും എന്ന് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ മോദിയുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ നടന്ന ഒരു അഭിമുഖമാണ്. ആ അഭിമുഖത്തിൽ ചോദ്യകർത്താവ് മോദിയോടൊരു കാര്യം ചോദിക്കുന്നു. മോദി അതിന് ഒരു മറുപടിയും പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം. कितना पढ़ेगा? वैसे तो मैंने 17 साल की आयु में घर छोड़ दिया. स्कूली शिक्षा के बाद मैं निकल गया. तब से लेकर के आज तक मैं भटक रहा हूँ नई चीजें पाने के लिए. सिर्फ स्कूल तक पढ़े, मतलब प्राइमरी स्कूल तक, हाई स्कूल तक. അതായത് ചോദ്യകർത്താവ് ചോദിക്കുന്നത് താങ്കളുടെ വിദ്യാഭ്യാസം, അതായത് പ്രൈമറി ക്ലാസ്സുകളിൽ മാത്രമാണോ താങ്കൾ പഠിച്ചിട്ടുള്ളത്? താങ്കൾക്ക് പഠിക്കുന്ന കാലത്ത് വേണ്ട രീതിയിൽ പഠനം നടത്താൻ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പ്രൈമറി തലത്തിൽ മാത്രമല്ല, ഞാൻ പരമാവധി ഹൈസ്കൂൾ വിദ്യാഭ്യാസം വരെ എനിക്ക് നേടാനായിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മോദിയുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വരികയാണ്. മോദി അത് ചോദ്യകർത്താവിനോട് പറയുന്നു. അതായത് അത്തരത്തിൽ 10ാം ക്ലാസ്സിന് അപ്പുറത്തേക്ക് പോകാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള നരേന്ദ്രമോദിയാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ നൽകിയ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം MA കാരനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് തുടർച്ചയായി നുണ പറഞ്ഞ് വലിയ ഒരു നുണയുടെ കൊട്ടാരം തന്നെ നരേന്ദ്രമോദി ഇവിടെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. എന്നാൽ ആ നുണകളെല്ലാം പൊളിഞ്ഞടങ്ങുകയാണ്. അവസാനം ഇതാ നരേന്ദ്രമോദിയുടെ വായ കൊണ്ട് പറഞ്ഞ കാര്യം തന്നെ ഇപ്പോൾ പുറത്തു വരികയാണ്. അത്തരത്തിലൊരു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് മോദിക്ക് നിക്കക്കള്ളിയില്ല. മോദി ഫാൻസ് ഇപ്പോൾ വലിയ പ്രതിരോധത്തിലാണ്. യോഗി ഫാൻസാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി തന്നെ തന്റെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം, വളരെ ഓപ്പണായി പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാളെ തിരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിന്റെ ഭാഗമായി ഞാൻ പറഞ്ഞല്ലോ, യു.പിയിലെ 13ഓളം വരുന്ന മണ്ഡലങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. റായ്ബറേലിയിലും അതുപോലെ തന്നെ അമേഠിയിലും ഒക്കെ. സ്മൃതി ഇറാനി അമേഠിയിൽ തോറ്റുപോകും എന്ന രീതിയിലുള്ള സർവേ ഫലങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ബി.ജെ.പിക്ക് 50ലധികം സീറ്റ് നേടാൻ കഴിയില്ല എന്ന കൃത്യമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. അതായത് മോദി തന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം അത് ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തുകയാണ്. എന്തായാലും ഒരു കാര്യം നരേന്ദ്രമോദിയും കൂട്ടാളികളും മനസ്സിലാക്കിയാൽ നല്ലതാണ്. എത്ര കാലം കഴിഞ്ഞാലും സത്യം പുറത്തു വന്നിരിക്കും. എങ്ങനെയൊക്കെ വളച്ചൊടിച്ചാലും സത്യം അത് ജനങ്ങളിലേക്ക് എത്തിയിരിക്കും. എന്തായാലും ഇപ്പോൾ ജനങ്ങൾ സത്യം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പി കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ഒരു തന്ത്രവും ഒരു കുതന്ത്രവും ഇപ്പോൾ വേണ്ടതുപോലെ ഫലിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.